പ്രൈസ് ദി ലോർഡ്. എൻ്റെ സുവിശേഷ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ മധ്യേ പ്രസംഗിച്ച ഒരു പ്രസംഗം ഇങ്ങനെ CD ആക്കുവാൻ ഇടയായതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ KV ജോർജ്.
യേശുവിനോടൊത്തു വാസം ചെയ്യും. കണ്ണുനീർ മാറിടും ദുഃഖങ്ങളിൽ കർത്താവിൻ സഭയെ ചേർത്തിടുമ്പോൾ. കണ്ണുനീർ മാറിടും ദുഃഖങ്ങളിൽ കർത്താവിൻ സഭയെ ചേർത്തിടുമ്പോൾ. ഞാനെന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. എന്നൂര ചെയ്ത രക്ഷകാ എന്നെയും പൂർണ്ണമായി തന്നിടുന്നു. എന്നൂര ചെയ്ത രക്ഷകാ എന്നെയും പൂർണ്ണമായി തന്നിടുന്നു. ഇന്ന് രാത്രി കാലത്ത് ഒരു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 34 സങ്കീർത്തനം Psalms 34 verse 8 വേറൊക്കെ Ephesians chapter 3 verse 20. Praise the Lord. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് കാണുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തെ അറിയുന്നതും ദൈവത്തെ രുചിച്ചറിയുന്നതും രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. രുചിച്ചറിയുക, ശരണം പ്രാപിക്കുക. ഈ സങ്കീർത്തനം താഴോട്ട് അടുത്ത 1-2 വാക്യം വായിക്കുമ്പോൾ, അതായത് 9-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. യഹോവയെ രുചിച്ചറിയുന്ന ദൈവഭക്തന് ലഭിക്കുന്ന അനുഭവമാണ് അവൻ ഒന്നിനും മുട്ടുവരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നീട് താഴോട്ട് വരുമ്പോൾ പറയുന്നു, ബാലസിംഹങ്ങളും ഇരുകെട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പോൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം യഹോവയായ ദൈവത്തെ രുചിച്ചറിയുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മുട്ടുകൂടാതെ ഒരു നന്മയ്ക്കും കുറവ് വരാതെ ഐശ്വര്യമായി അനുഗ്രഹമായി നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എഫേസ്യലേഖനത്തിൽ നമ്മൾ വായിച്ചത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. അപ്പൊ ഈ ആദ്യത്തെ വാക്യവും എഫേസ്യലേഖനവും തമ്മിൽ വ്യത്യാസമുണ്ട്. സങ്കീർത്തനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വാക്യമാണ്. ആ പഴയ നിയമ വാക്യത്തിൽ പറയുമ്പോൾ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എന്നാൽ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമത്തിൽ ചിലരെ ദൈവം പ്രത്യേകമായി വിളിക്കുന്നു, അവർക്ക് പ്രത്യേകമായ വാഗ്ദത്തം കൊടുക്കുന്നു. ചിലരെ മാത്രം പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുന്നു. പുതിയ നിയമം അങ്ങനെയല്ല, എല്ലാവരെയും ദൈവം വിളിക്കുന്നു, എല്ലാവരിലൂടെയും ദൈവശക്തി ആവരിക്കുന്നു. ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ മുഴുവനും പുതിയ നിയമത്തിലെ ഓരോ വിശ്വാസിക്കുമുള്ളതാണ്. എന്നാൽ പഴയ നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറിയണമെങ്കിൽ പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും മാത്രം അഭിഷേകം ചെയ്യുമ്പോൾ, പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവത്തിന്റെ പൈതലിനും, പ്രൈസ് ദി ലോർഡ്, അവനും അവന്റെ തലമുറകൾക്കും, നിങ്ങൾക്കും, നിങ്ങളുടെ മക്കൾ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ പുതിയ നിയമത്തിലെ ഓരോ വിശ്വാസിയെയും ദൈവം ഒരുക്കിയെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമം എന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങളിൽ നിലനിൽക്കുന്നു. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ചിലരെ ദൈവം തെരഞ്ഞെടുക്കുന്നു. പുതിയ നിയമം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ എല്ലാവരെയും
ദൈവം തെരഞ്ഞെടുക്കുന്നു. ഇനിയും അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം, ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 17 വേഴ്സ് 18 to 19 എന്ന് വെച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്താവിഷയം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളിൽ സേവിക്കുന്നത്. പഴയ നിയമത്തിൽ, അതായത് യഹോവയായ ദൈവം തലമുറകളോട് പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഈസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാണ് ആകുന്നു എന്ന് തലമുറകളോട് ദൈവം പറയുന്നു. അതേ ബാബേൽ പ്രവാസത്തിന് ശേഷം സകല ജാതികളും വിഗ്രഹാരാധികളായി തീർന്നപ്പോൾ, അതേ അബ്രഹാമിനെ മെസോപ്പൊത്യാമിലിരിക്കുമ്പോൾ തേജോമനാ ദൈവം ദൈവീയ വെളിപ്പാട് കൊടുത്ത് അബ്രഹാമിനെ പേര് ചൊല്ലി വിളിക്കുന്നു. അബ്രഹാമിന് ശേഷം ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇസഹാക്കിന് ശേഷം യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്. എന്താണ് പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്, നിന്റെ ഭാര്യ, ഒന്നുകൂടെ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതായത് അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു വാഗ്ദത്തമാണ്. എന്താണ് വാഗ്ദത്തം? സ്തോത്രം. നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുന്ന ഒരു വാചകമാണ് നമ്മളെ പ്രൈസ് ദി ലോർഡ് 18-ാം വാക്യത്തിൽ വായിക്കുന്നത്. 17-18 നമ്മൾ വായിച്ചത്, ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നീണ്ട 20 ചില്ലുവാനും വർഷം ഒരു സന്തതിക്ക് വേണ്ടി കാത്തിരുന്ന് ക്ഷീണിച്ച അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്നു, നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറയുന്നു, അല്ല, ഇസ്മായേൽ നിന്റെ മുമ്പാകെ. ഇപ്പൊ അവിടെ ഇസ്മായേൽ ഉണ്ടല്ലോ, ഇനിയും ഒരു സാറ ഇനിയും ഒന്ന് പ്രസവിക്കുക, അല്ല ഇനി ഒരു ഇസഹാക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. ഇനി നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആ വാക്യം വീണ്ടും വായിച്ചേ. അല്ല എന്നിടത്ത് ഒരു കോമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അല്ല അബ്രഹാമേ, അല്ല, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇസഹാക്ക് ഉണ്ടാകേണ്ടത്, അബ്രഹാമിന് ഒരു ഇസഹാക്ക് ഉണ്ടാകേണ്ടത് ആരുടെ ആവശ്യമാണ്? ദൈവത്തിന്റെ ആവശ്യമാണ്. അബ്രഹാമേ, നീ അത് പറയരുത്. അല്ല, അങ്ങനെയല്ല, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. എന്തിനു വേണ്ടിയാ? ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഒരു കണ്ണും ദയയില്ലാതെ എല്ലാവരും തള്ളപ്പെട്ട സ്ഥാനത്ത്, വെളുമ്പറമ്പിൽ എറിയപ്പെട്ട സ്ഥാനത്ത്, നീർന്ന ഹൃദയത്തോടെ എന്നെ ആരിൽ നിന്ന് വിടുവിക്കുമെന്ന് ചിന്തിച്ച് പ്രശ്നങ്ങളാൽ നീ ചുറ്റപ്പെട്ട സ്ഥാനത്ത് നിന്നെ പേര് ചൊല്ലി വിളിച്ചത്, നിന്നിൽ കൂടി ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ലോകം നിന്നെ വിധി എഴുതി തള്ളിയെന്ന് വന്നേക്കാം, ഇത് അസാധ്യമാണ്, ഇതിനി നടക്കില്ല എന്ന് പറഞ്ഞേക്കാം. സർവശക്തനായ ദൈവത്തിന് ചില ചെയ്തെടുക്കാനുണ്ട്. എന്തിനാണ് ഇസഹാക്ക് ജനിക്കുന്നത്? അടുത്ത വാക്യം തേർഡ് വായിക്കാം. കണ്ടോ, അവൻ ജനിക്കുന്നതിന് മുമ്പ് പറയുന്നു, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. ദൈവത്തിലെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി സർവശക്തനായ ദൈവത്തിന് ചെയ്യാൻ കഴിയും. എന്നാൽ ആ ദൈവം ചെയ്യണമെങ്കിൽ എന്നോടും നിന്നോടും എൻ്റെ കുടുംബത്തോടും നിന്റെ കുടുംബത്തോടും
ദൈവത്തിന് ചില ഉടമ്പടി ചെയ്യുവാനുണ്ട്. ദൈവം ചിലരെ വിളിച്ച് വേദനിച്ചെങ്കിൽ താൽക്കാലികമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ ബദലിൽ തലമുറയായി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നിന്നോടൊരു ഉടമ്പടി ചെയ്യുവാനുണ്ട്. എനിക്ക് അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും പ്രൈസ് ദി ലോർഡ് എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിൽ വന്നിട്ട് ഇത് അവിചാരിതമായിട്ട് വന്നതാണോ അതോ വിളികേട്ട് വന്നതാണോ? അവിചാരിതമായി നാം ഇവിടെ വന്നതാണോ? പ്രൈസ് പാട്ട് കൊള്ളാം, പ്രൈസ് ആരാധന കൊള്ളാം, ഡ്രസ് കൊള്ളാം, ബൈബിൾ കൊള്ളാം, പിന്നെ ഗിറ്റാറും പ്രൈസറോ പിയാനോയും ഹല്ലേലൂയ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ ആരാധന വളരെ അനുഗ്രഹമാണ്. അങ്ങനെ വന്നതാണോ അതോ വാസ്തവമായി ഒരു വീണ്ടും ജനനത്തിലൂടെ നമ്മൾ വന്നതാണോ? വീണ്ടും ജനനത്തിലൂടെ വന്ന ദൈവത്തിന്റെ പൈതലെ ആരെല്ലാം പിന്മാറിപ്പോയാലും നീ ഒരിക്കലും പറയത്തില്ല ഈ മാർഗം പരാജയത്തിന്റെ മാർഗമാണെന്ന് നീ ഒരിക്കലും പറയത്തില്ല. കാരണം മനുഷ്യൻ നിന്നെ നിർബന്ധിച്ചിട്ട് വന്നതല്ല, നീ ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ട് വന്നതാണെങ്കിൽ നിനക്ക് പുറകോട്ട് നോക്കുവാൻ അവകാശമില്ല. ഗ്ലോറി. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ പൈതലെ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ ദൈവം നിന്നെ വിളിച്ചത് നിന്നോടും നിന്റെ സന്തതിയോടും ദൈവത്തിന്റെ നിയമം നിത്യ നിയമമായി ഉറപ്പിക്കുവാൻ പെന്തക്കോസ്ത് മാർഗത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഒരു ദൈവസഭയുടെ കാവൽ ഭടനായി നിൽക്കുവാൻ സ്വർഗം നിന്നെ വിളിച്ചതാണെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ദൈവത്തിന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് നീ സംശയിച്ചു പോകരുത്. നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതങ്ങളെ പോർത്തുപ്പാൻ കഴിവുള്ള ദൈവം നീ നനയ്ക്കുന്നതിലും വിചാരിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണോടെ. തീരുമാനമെടുത്തവർക്കായ സ്തോത്രം. പുതുക്കപ്പെട്ട ശക്തിയാ നിറച്ചവർക്കായ സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവത്തോട് കേൾക്കുമാറാകണമേ.